ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെത്തിലിൻ്റെ മീൻകറിൻ്റെ റെസിപ്പി പറയുന്നത് നെത്തിലി വത്തൽ പിന്നെ കൊഴുന്ത എന്തോ ഒരു പേര് കൂടി പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണോ പേര് അത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കത്തില്ല. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ ചെറിയ കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിന് നീരൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും തക്കാളി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 2-3 തക്കാളി മതിയാവും. അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കല്ല് പോലത്തെ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല റേറ്റും അല്ലേ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയപ്പോൾ അപ്പോൾ ഞാനിത് ചെറിയ കുഞ്ഞി പീസായിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും കട്ട് ചെയ്യല്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ നല്ല കല്ല് പോലെ ഉണ്ടാക്കല്. അപ്പോൾ ഞാൻ ഇടിക്കല് വെച്ചിട്ട് ഇതേ രീതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കട്ടെ, ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിക്കൊന്ന് ഉടച്ച് കൊടുത്താൽ നല്ലൊന്ന് മാഷായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. ചിലവർ മിക്സിയിലിട്ട് അരച്ചാൽ പോരെ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുളക് പൊടീൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ 3.5 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയും കൂടി നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഞാനൊരു 2.25 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം നമ്മൾ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് കറി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നേരെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടുപ്പിട്ടിട്ട് ഒന്ന് മൂടിയേക്കാം. ഇത് നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം. നല്ല വെട്ടി തിളക്കണുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുള്ളൂ നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഇപ്പോൾ ഏകദേശം കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഒരു സമയത്ത് പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഈ വത്തൽ നെത്തിലി നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ചെയ്യും. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്കിത് ആദ്യം ഹൈ ഫ്ലെയിം വെക്കാം. ഇത് വെട്ടി തിളക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ മീൻ ഉടഞ്ഞ് പോകും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇത് വേവിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. മീൻ കണ്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് താഴെ ഇറക്കി വെക്കാം കേട്ടോ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താണ് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ചീരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നല്ല മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ കരിവേപ്പിലയിൽ ഒരു തണ്ട് കരിവേപ്പില ഞാനൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു തണ്ട് കരിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവോളം, ഈ ഒരു കളർ ചേഞ്ച് ആവോളം അതിന് ശേഷം നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എല്ലാവർക്കും താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.